ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ എല്ലാവിധ വിഷു ആശംസകൾ എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് വിഷു ആഘോഷിക്കുക. ഈ പ്രാവശ്യം ഞങ്ങളുടെ വിഷു എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ആഘോഷം മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ചെന്നൈയിൽ ഭയങ്കര ചൂടാണ്. രാവിലെ കണി കണ്ടു, അമ്പലത്തിലൊക്കെ പോയി. ഇവിടെ ഒരു കൃഷ്ണ അമ്പലമുണ്ട്, എപ്പോഴും ഞങ്ങൾ അവിടെയാണ് പോകുന്നത് ഫാമിലിയായിട്ട്. അപ്പോൾ അവിടെ പോയി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വെളിയിൽ കഴിച്ചു. കാരണം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് തിരിച്ചു വരുമ്പോൾ ലേറ്റായി. അങ്ങനെ വെളിയിലായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് വിഷു സദ്യയൊക്കെ ഉണ്ടാക്കി. ഒരു ചെറിയ വിഷു സദ്യ. അപ്പോൾ ചെറിയൊരു ആഘോഷമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ ഞാൻ എഴുന്നേറ്റ് വിഷുക്കണിയൊക്കെ ഞാൻ തലേദിവസം എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷമാണ് ഹസ്ബൻഡിനെയും മോളെയും വിളിച്ചുകൊണ്ട് വന്ന് കണി കാണിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണി ഒരുക്കുന്നവർക്ക് ഞാൻ ആലോചിക്കാറുണ്ട്, ആര് കൊണ്ടുവന്ന് കാണിക്കും? നമ്മൾ തന്നെ കൃഷ്ണനെ ഒരുക്കുക, നമ്മൾ തന്നെ കൃഷ്ണനെ കാണുക, വീട്ടിലുള്ള മറ്റുള്ളവരെ കൊണ്ടുപോയി കാണിക്കുക. അതാണ് നമ്മളുടെ ജോലി. അപ്പോൾ കൃഷ്ണനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഈ ഒരു ഇതിലാണ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അപ്പുറത്തെ സൈഡിലാണ്. കുറച്ച് മാറ്റം വരുത്തണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പം പൂജാ റൂം ഈ വീണ വെച്ചെടുത്തായിരുന്നു ആദ്യം കൃഷ്ണനെ വെച്ച് ചെയ്തിരുന്നത്. ഇപ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് ചെയ്ത് നല്ല അടിപൊളിയായി ഒരുക്കി. അതിനുശേഷം ഞങ്ങൾ 3 പേരും കൂടെ അമ്പലത്തിൽ പോയി. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, എപ്പോഴും പോകുന്നൊരു സ്ഥലമാണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് ഉള്ള സമയത്ത് അമ്പലത്തിൽ പോകണം എന്നുള്ളത് പോവും. പിന്നീടുള്ളതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് ഹോട്ടലുകളൊക്കെ ഭയങ്കരമായിട്ട് തിരക്കായിരുന്നു. അത് കണ്ടപ്പോൾ മടിയായിരുന്നു വീഡിയോ എടുക്കാൻ. പിന്നീട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ ഫോട്ടോസാണ് ഇതൊക്കെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 2 മണിക്കൂറിൻ്റെ മേലെ കഴിഞ്ഞിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് ഞാനും മോളും കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇതാണ് 2026 ഇപ്പോഴുള്ള കുറച്ച് ഫോട്ടോസും വിശേഷങ്ങളൊക്കെ. അതിനുശേഷം പിന്നെ വിഷു സദ്യ ഒരുക്കി. കുറച്ച് സാധനങ്ങൾ മാത്രമായിട്ട് ഉണ്ടാക്കി. കാരണം കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കണ്ടീഷനല്ല. ഇവിടുത്തെ ചെന്നൈ ചൂട് കാരണം കിച്ചണിലൊന്നും ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പുളിയിഞ്ചിയും പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രം കുറച്ച് ചെറിയൊരു സദ്യ, പപ്പടവും പിന്നെ പച്ചടിയും ഒക്കെ. എല്ലാം ഒരുപാടില്ല, എല്ലാം ഓരോന്നോരോന്നോ മാത്രമായിട്ട്. ഇപ്പോഴത്തെ ഈ ഒരു ചൂട് സിറ്റുവേഷനിൽ ഒരു 2 മാസത്തേക്ക് ഞാൻ ഡൈനിങ് ടേബിൾ എടുത്ത് ബെഡ്റൂമിലേക്ക് മാറ്റി. കാരണം AC-യിൽ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഡൈനിങ് ടേബിൾ ഇട്ട് മോളും ഫാനിൻ്റെ ചുവട്ടിൽ, ഫാനും AC എല്ലാം ഓടുന്നുണ്ട്. അതാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം നമുക്ക് ഫാനിലൊന്നും ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടാണ്. വേർത്ത് കുളിച്ച് ഇങ്ങനെ ദേഹമൊക്കെ ഇങ്ങനെ പൊള്ളും. അതുമാതിരിയുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ AC-യിലൊക്കെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളുടെ വിഷു അങ്ങനെ എല്ലാവരും കൂടെയായിട്ട് ആഘോഷിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബായ്.